എല്ലാവർക്കും നമസ്കാരം. മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ S1 BCom മേജർ പേപ്പറിന്റെ രണ്ടാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ അവൈലബിൾ ആണ്. കാണാത്തവർ അത് തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക, കാരണം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഒരു മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂൾ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ രണ്ടാമത്തെ മൊഡ്യൂൾ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. കമ്പാരിറ്റീവ്ലി ചെറിയൊരു മൊഡ്യൂൾ ആണ്, എങ്കിൽ പോലും ഒരുപാട് ചോദ്യങ്ങൾ ഇതിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു മൊഡ്യൂളും കൂടെയാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയ മൊഡ്യൂൾ തന്നെയാണ് സെക്കൻഡ് മൊഡ്യൂൾ. ഓർഗനൈസിംഗ് എന്നാണ് മൊഡ്യൂളിന്റെ പേര് കേട്ടോ. അപ്പൊ അതിൽ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഈ കാണുന്നത്. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് വാട്ട് യു മീൻ ബൈ ഓർഗനൈസിംഗ്, ഒരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസിംഗ് എന്താണെന്നുള്ളത്. അത് പറയുന്നതിന് മുമ്പായിട്ട് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അത് പഠിച്ചാൽ മതി. അത് വെച്ച് നിങ്ങൾക്ക് ഓർഗനൈസിങ് എന്താണെന്ന് എഴുതാൻ പറ്റും. അപ്പൊ എന്തൊക്കെയാണ് ഓർഗനൈസിംഗിന്റെ സ്റ്റെപ്സ് ഒന്ന് നോക്കുക. ആദ്യത്തെ ഡ്യൂട്ടി ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. അതായത് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തു. കഴിഞ്ഞ മൊഡ്യൂൾ പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചില്ലേ. പ്ലാനിങ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് ആയിട്ട് വരുന്നതാണ് ഓർഗനൈസിങ്, അഥവാ ആ കാര്യം നടപ്പിലാക്കുക. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റേജസ് ആണ് ആദ്യമായിട്ട് നമ്മൾ ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. ഏതൊക്കെ ഡ്യൂട്ടികളുണ്ട്, ഏതൊക്കെ വർക്കുകൾ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യുക. അതിനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡിങ് ടോട്ടൽ വർക്ക് ഇൻ ടു സ്പെസിഫിക് ആക്ടിവിറ്റീസ്. അല്ലെ, ഇപ്പൊ നമ്മളൊരു കോളേജിൽ സ്കൂളിൽ ഒരു ഓണം പരിപാടി നടത്താണ്. ഓണം എന്നുള്ളത് ടോട്ടൽ വർക്കാണ്. അതിനെ ഡിഫറെന്റ് പാർട്ടാക്കിയാൽ ഇപ്പൊ സദ്യ അല്ലെങ്കിൽ ഓണത്തിന്റെ മത്സരങ്ങള്, പൂക്കളം, അല്ലെ, അപ്പൊ അതിനെ സബായിട്ട് നമ്മൾ മാറ്റുകയാണ്. അപ്പൊ ടോട്ടൽ വർക്കിനെ ചെറിയ വർക്കുകളായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വർക്കിനെ ഐഡന്റിഫൈ ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റേജ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു വെക്കേണ്ട ഒരു ടേം ഇതാണ്: സിമിലർ ഓർ റിലേറ്റഡ് ജോബ്സ് ഇൻ ടു ലാർജർ യൂണിറ്റ്. ഒരുപോലത്തെ വർക്കുകള് വലിയ ഡ്യൂട്ടി ആയിട്ട്, വലിയ വർക്കുകളായിട്ട് ലാർജ് യൂണിറ്റ് ആക്കിയിട്ട് മാറ്റുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയാം. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഓണപരിപാടി ഒരു ഉദാഹരണം, ഇതിന് എക്സാമിന് എഴുതരുതിട്ട് ഞങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് പറയാണ്. ഓക്കെ, അപ്പൊ ഓണപരിപാടിയില് ഇപ്പൊ സദ്യ, അതിൽ കുറെ കാര്യങ്ങളുണ്ടല്ലേ, പായസം, ചോറ്, സാമ്പാർ, കൂട്ടാനുകൾ, അല്ലെ, അതൊക്കെ ഒറ്റ സദ്യ എന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി. പിന്നെ അപ്പുറത്ത് ഓണപരിപാടികൾ ഉണ്ടല്ലേ, ഓണത്തിന്റെ കുറെ ഗെയിംസുകൾ ഉണ്ട് അല്ലെ, വടംവലിയും മറ്റേ പല ഗെയിംസുകൾ വരുന്നുണ്ടല്ലോ. അതൊക്കെ ഓണ പരിപാടികൾ അല്ലെങ്കിൽ ഓണ പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഗെയിംസ് എന്നുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റ് ആക്കി മാറ്റി. അപ്പൊ എന്താ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ ഒരേ പോലത്തെ വർക്കുകളെ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുക. അല്ലെ, ഇപ്പൊ നിങ്ങൾക്കറിയാം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ, ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, അതൊക്കെ എന്താണ് ഒരുപോലത്തെ വർക്കുകളെ ഒരു ഗ്രൂപ്പ് ആക്കി മാറ്റുന്നതിനെയാണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് മാത്രം എന്താണ് ഡിപ്പാർട്ട്മെന്റലൈസേഷൻ എന്ന് പറഞ്ഞിട്ടും ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. മൂന്നാമത്തത് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്, അഥവാ ഓരോ എംപ്ലോയീസിനും കൃത്യമായിട്ട് അവർ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, വീതിച്ചു കൊടുക്കുക. ഈച്ച് എംപ്ലോയി ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദർ റെസ്പെക്റ്റീവ്. അല്ലെ, നോക്കിയേ, ഓരോ എംപ്ലോയീസിനെയും അവരുദ്ദേശിക്കുന്ന അതാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. ഓരോ എംപ്ലോയീസിനെയും ശ്രദ്ധിക്കുക, ഈച്ച് എംപ്ലോയി ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദർ റെസ്പെക്റ്റീവ് പൊസിഷൻ. കണ്ടോ, ഓരോ എംപ്ലോയിനെയും അവരുടെ പൊസിഷൻ ഏതാണോ, അവരുടെ ഡ്യൂട്ടി ഏതാണോ, അതിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതിലേക്ക് വീതിച്ചു കൊടുക്കുക. അതാണ് അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്, അഥവാ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് എന്താ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല്? അതായത് ആരാണ് ചെയ്യേണ്ടത്, ആരാണ് മിഡിൽ ലെവൽ വർക്ക് ചെയ്യേണ്ടത്, ആരാണ് ലോവർ ലെവൽ വർക്ക് ചെയ്യേണ്ടത് എന്നിങ്ങനെ തുടങ്ങുന്ന അവരുടെ പൊസിഷൻസ്, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ എന്താണ് റിപ്പോർട്ട് ചെയ്ത റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഒന്നുകൂടെ പറയാണ്: ആര് ടോപ്പ് ലെവൽ വരണം, ആര് മിഡിൽ ലെവൽ വരണം, ആര് ലോവർ ലെവൽ വരണം, അങ്ങനെ കൃത്യമായിട്ട് അവരുടെ പൊസിഷൻസ് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അതാണ് റിലേഷൻഷിപ്പ്. ഈ 4 കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ. ഒന്നെന്തായിരുന്നു? ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്. 2 ഡിപ്പാർട്ട്മെന്റലൈസേഷൻ. 3 അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ്. 4 എസ്റ്റാബ്ലിഷ് റിപ്പോർട്ട് റിലേഷൻഷിപ്പ്. ഈ 4 വാട്ട് ഈസ് ഓർഗനൈസിംഗ് ചോദിച്ചാലും നിങ്ങൾ പറയേണ്ടത്. അപ്പൊ വാട്ട് ഈസ് ഓർഗനൈസിംഗ് എക്സാം ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടത് ഓർഗനൈസിംഗ് ഈസ് ദ പ്രോസസ് ഓഫ്. കണ്ടോ, പ്രോസസ് ഓഫ്
എന്നിട്ട് ഇത് ഓരോന്ന് കോമട്ട് എഴുതുക. ഐഡന്റിഫിക്കേഷൻ ആൻഡ് ഡിവിഷൻ ഓഫ് വർക്ക്, ഡിപ്പാർട്ട്മെന്റലൈസേഷൻ, അസൈൻമെന്റ് ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് റിപ്പോർട്ടിംഗ് റിലേഷൻഷിപ്പ്. ക്ലിയർ? അപ്പൊ ഈ ഒരു 4 പോയിന്റ് പഠിച്ചു വെച്ചാൽ വാട്ട് ഈസ് ഓർഗനൈസിങ് എന്നുള്ളത് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ ഓർഗനൈസിംഗിന്റെ പ്രോസസ് സ്റ്റെപ്സ് നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അഥവാ എങ്ങനെയാണ് ഒരു സ്ഥാപനത്തെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുക, ഒരു ഓർഗനൈസേഷന്റെ ഘടന എങ്ങനെയാണ്? അതിന് 2 സ്ട്രക്ചർ അല്ലെങ്കിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ഫങ്ഷണൽ സ്ട്രക്ചർ, ആ പേര് തന്നെ കിട്ടൂലെ. എന്താ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്? പ്രൊഡക്ഷൻ ഉണ്ടാവും അല്ലെ, സെയിൽസ്, പർച്ചേസ്, അതുപോലെ തന്നെ ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ഒരു ബിസിനസിന്റെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഈ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് സ്ഥാപനത്തെ തരംതിരിക്കുന്നതാണ് ഫങ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയാ. എല്ലാവരും ചിത്രം നോക്കിയേ. ഏറ്റവും മുകളിൽ ആരുണ്ടാവും? MD, മാനേജിംഗ് ഡയറക്ടർ അല്ലെ, MD ഉണ്ടാവും. അതിന്റെ താഴെ നോക്ക് ഫിനാൻസ് മാനേജർ, മാർക്കറ്റിംഗ് മാനേജർ, പ്രൊഡക്ഷൻ മാനേജർ, സെയിൽസ് മാനേജർ അല്ലെ, അങ്ങനെയൊക്കെ ആഡ് ചെയ്യുക. അക്കൗണ്ട്സ് മാനേജർ, അങ്ങനെ നിങ്ങൾക്ക് എത്ര വേണേ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്താ? ഫിനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, പർച്ചേസ്, സെയിൽസ്, ഇതൊക്കെ എന്താ? ഡിഫറെന്റ് ഫംഗ്ഷൻസ് അല്ലേ? ഈ ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയാം. പിന്നെ അതിന്റെ ഓരോന്നിന്റെ താഴെ വീണ്ടും കുറെ ഉണ്ടാവും കേട്ടോ. അത് നോക്കണ്ട, ഈ 2 സ്റ്റേജ് നോക്കിയാൽ മതി. MDയും അതിന്റെ താഴെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് കേട്ടോ. അപ്പൊ നിർബന്ധമായിട്ട് ഇത് ചോദിച്ചാൽ ചിത്രം വരച്ചിട്ട് തന്നെ എഴുതണം. ഒന്നുകൂടെ പറയാണ്, ദിസ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഈസ് ഫോംഡ് ഓൺ ദ ബേസ് ഓഫ് നോക്കിയ ഡിഫറെന്റ് ഫംഗ്ഷൻസ്. കണ്ടോ, ഒരു ബിസിനസ്സിലെ ഡിഫറെന്റ് ഫംഗ്ഷൻ ബേസ് ചെയ്തിട്ട് സ്ഥാപനത്തെ തരംതിരിക്കുന്നതാണ് ഫംഗ്ഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതിന്റെ മെറിറ്റ് നോക്കിയേ. ഒന്ന് സ്പെഷ്യലൈസേഷൻ. ഇപ്പൊ ഫിനാൻസ് അവർ സ്പെഷ്യലൈസ്ഡ് ആവും, മാർക്കറ്റിംഗ് ടീമിൽ അതിൽ സ്പെഷ്യലൈസ്ഡ് ആവും. കണ്ടോ, കൃത്യമായിട്ട് ഒരു സ്പെഷ്യലൈസേഷൻ കിട്ടും. അതുപോലെ തന്നെ ബെറ്റർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഈ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കൃത്യമായിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടാക്കി എടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രോഫിറ്റ് കൂടും, കോസ്റ്റ് കുറയും, ഓരോ ടീമിനും കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ കൂടുതൽ അറ്റൻഷൻ, ശ്രദ്ധ കിട്ടും. അതുപോലെ തന്നെ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അതിന്റെ അടുത്ത ഭാഗം കേട്ടോ. സോറി, അപ്പോ അഡ്വാൻറ്റേജസ് പറഞ്ഞു. ഇനി അടുത്തത് അതിന്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ്, അഥവാ ഡിമെറിറ്റ്സ് ആണ്. ഒന്ന്, ഓർഗനൈസേഷനിലെ ഇൻട്രസ്റ്റിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും ഇപ്പൊ ഫിനാൻസ് മാനേജർ ആ ഫിനാൻസ് ടീം ആരെ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ? അവരുടെ ഡിപ്പാർട്ട്മെന്റ് മാത്രം അല്ലെ. സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റും അവരുടെ ഡിപ്പാർട്ട്മെന്റിനെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഓർഗനൈസേഷന് വളർച്ച അല്ലെങ്കിൽ ഓർഗനൈസേഷന് പ്രോഫിറ്റ് കിട്ടണം, സ്ഥാപനത്തിന് വലിയൊരു പൊസിഷനിൽ എത്തണം, അതൊരിക്കലും അവര് തിങ്ക് ചെയ്യാറില്ല. അവരെല്ലാവരും അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമായിട്ട് ഒതുങ്ങാറുണ്ട്. അടുത്തൊരു ഡിമെറിറ്റ്, കോർഡിനേഷൻ പ്രോബ്ലം അല്ലെ. ഈ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ടൈപ്പ് ഉണ്ടാക്കുക, അവർ തമ്മിൽ കോർഡിനേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ്. അതുപോലെ തന്നെ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കോൺഫ്ലിക്ട്, ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ ഇപ്പോൾ പർച്ചേസും സെയിൽസും തമ്മിൽ, സെയിൽസും ഫിനാൻസ് തമ്മിൽ അവർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, കോൺഫ്ലിക്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഇൻ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പൊ ഒന്നാമത്തെ നമ്മൾ പഠിച്ചു ഫങ്ഷണൽ സ്ട്രക്ചർ അല്ലെ, ഓൺ ദ ബേസ് ഓഫ് ഡിഫറെന്റ് ഫങ്ഷൻസ്. രണ്ടാമത്തെ ടൈപ്പ് ആണ് ഡിവിഷണൽ സ്ട്രക്ചർ. ഇത് നല്ലോണം ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. ഡിവിഷണൽ സ്ട്രക്ചർ, അവിടെ 2 പോയിന്റ് ഉണ്ട്, നന്നായിട്ട് നോക്കുക. ഒന്ന്, ഡിഫറെന്റ് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് സ്ഥാപനത്തെ തരംതിരിക്കുക. 2, ഡിഫറെന്റ് ഏരിയാസ്, ഒരു ഏരിയ ബേസ് ചെയ്തിട്ട് സ്ഥാപനത്തെ തരംതിരിക്കുക. അപ്പോ ഇതാണ് ഡിവിഷണൽ സ്ട്രക്ചർ. അപ്പോൾ dividing the organization on the basis of different products or different areas. ഒരു ഏരിയ, എന്താ ഏരിയ എന്നാണ്? ഓരോ സ്ഥലം അല്ലെ. അവിടെ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് തരംതിരിക്കുക. പലപ്പോഴും ഈ ഡിവിഷണൽ സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത് വലിയ സ്ഥാപനങ്ങളാട്ടോ. കുറേ രാജ്യങ്ങളിലൊക്കെ അവരുടെ സെയിൽസും കാര്യങ്ങളൊക്കെ ഉള്ള വലിയ സ്ഥാപനങ്ങളാണ് ഈ ഒരു ഏരിയ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് അതിന്റെ ചിത്രം നോക്കുക കേട്ടോ. ചിത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് വെച്ചിട്ടാണ് നിങ്ങൾ എഴുതാൻ കേട്ടോ. മാനേജിംഗ് ഡയറക്ടർ നോക്കിയ, ടെക്സ്റ്റൈൽ, സിമെന്റ്, ഫുഡ് പ്രൊഡക്ട്സ്, ഇതൊക്കെ എന്താ? ഒക്കെ ഡിഫറെന്റ് പ്രൊഡക്റ്റ് അല്ലേ. അപ്പൊ നമ്മൾ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് തരംതിരിച്ചു അല്ലെ. നോക്കുക, MD ടെക്സ്റ്റൈൽസ് അതൊരു പ്രൊഡക്റ്റ് ആണ്, സിമെന്റ് അതൊരു പ്രൊഡക്റ്റ് ആണ്, ഫുഡ് പ്രൊഡക്റ്റ് മറ്റൊരു പ്രൊഡക്റ്റ് ആണ് അല്ലെ. ഇനി ഇതിന്റെ ഓരോന്നിന്റെ താഴെ വേറെ കുറെ ഉണ്ടാവും കേട്ടോ. അത് നിങ്ങൾ നോക്കിയാൽ ആദ്യത്തെ 2 വരി നോക്കിയാൽ മതി കേട്ടോ. അപ്പൊ ഡിഫറെന്റ് പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ട് സ്ഥാപനത്തെ തരംതിരിക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഡിഫറെന്റ് ഏരിയ അല്ലെ. ഇപ്പൊ ഏരിയയിൽ നിങ്ങൾ എഴുതേണ്ടത് ഇതാ. ഇപ്പൊ ഇവിടെ മാനേജിംഗ് ഡയറക്ടർ ഉണ്ടെങ്കിൽ താഴെ ഇപ്പൊ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് കണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യ, ചൈന, പാകിസ്ഥാൻ കണ്ടോ, വ്യത്യസ്ത രാജ്യങ്ങൾ. അപ്പൊ അങ്ങനെ ഏരിയ ബേസ് ചെയ്തിട്ടോ പ്രൊഡക്റ്റ് ബേസ് ചെയ്തിട്ടോ സ്ഥാപനത്തെ തരംതിരിക്കുന്നതിനെയാണ് ഡിവിഷണൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതിലുള്ളത് പ്രൊഡക്റ്റ് ആണ്. ഇനി ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ് എന്നൊക്കെ നിങ്ങൾക്ക് കൊടുത്തിട്ട്
അതിനും വേറൊരു ചിത്രം വരക്കാൻ പറ്റൂ കേട്ടോ. ഇനി അതിന്റെ മേലത്തെ എന്താ, സ്കിൽ ഡെവലപ്മെന്റ്, സ്കിൽ വർദ്ധിക്കും, റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ഈസിയാണ്, അതുപോലെ തന്നെ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ പറ്റും, ദെൻ എക്സ്പാൻഷനും ഗ്രോത്തിനും സഹായിക്കുന്നുണ്ട്. അതിന്റെ ഡിസഡ്വാൻറ്റേജ്, കോൺഫ്ലിക്ട് എമംഗ് ഡിവിഷൻസ്, ഓരോ ഡിവിഷൻസ് തമ്മിൽ പ്രശ്നങ്ങൾ വരാറുണ്ട്, അതുപോലെ തന്നെ ചെലവ് കൂടാറുണ്ട്, പിന്നെ ഇൻഡിപെൻഡന്റ് അതോറിറ്റി ഹാംഫുൾ, ഓരോന്നും ഡിഫറെന്റ് ആയിട്ട് ഒറ്റക്കൊറ്റക്ക് നിൽക്കല്ലേ ഓരോ ടീമും, അതുകൊണ്ട് തന്നെ അത് പലപ്പോഴും കമ്പനിക്കെതിരെ, ബിസിനസിനെതിരെ ഒക്കെ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഓൺ ദ ബേസിസ് ഓഫ് ഫങ്ഷണൽ സ്ട്രക്ചർ, ഓൺ ദ ബേസിസ് ഓഫ് പ്രൊഡക്റ്റ് ആൻഡ് ഏരിയ അല്ലെ, ഡിവിഷണൽ സ്ട്രക്ചർ. ഇനി മറ്റു ക്ലാസിഫിക്കേഷൻ ആണ് ഫോർമൽ ഓർഗനൈസേഷൻ. അപ്പൊ മൂന്നാമത്തേതാട്ടോ, ഒന്ന് നമ്മൾ പറഞ്ഞത് ഫങ്ഷണൽ സ്ട്രക്ചർ, രണ്ട് ഡിവിഷണൽ സ്ട്രക്ചർ, മൂന്നാമത്തത് ഫോർമൽ ഓർഗനൈസേഷൻ. ഫോർമൽ ഓർഗനൈസേഷൻ നോക്കി, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു സ്ട്രക്ചർ ഓഫ് റിലേഷൻഷിപ്പ് ഡെലിബറേറ്റ്ലി ഡിസൈൻഡ് ബൈ, നോക്കാം, ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ബോധപൂർവം അവർ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആർക്കാണ് അതോറിറ്റി, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ നേരത്തെ പഠിച്ച സ്കാലർ ചെയിൻ ഉണ്ടല്ലോ, ഈ സ്കാലർ ചെയിൻ കൃത്യമായിട്ട് ഇവിടെ ഉണ്ടാകും. ഒരു ഫോർമൽ ചെയിൻ ഓഫ് കമാൻഡ് അല്ലെങ്കിൽ സ്കാലർ ചെയിൻ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യും. അങ്ങനെ സ്ഥാപനം ബോധപൂർവ്വം, ഇത് ടോപ്പ് ലെവൽ മാനേജർ, ഇത് മിഡിൽ ലെവൽ മാനേജർ, ഇത് ലോവർ ലെവൽ മാനേജർ, അങ്ങനെ കൃത്യമായിട്ട് സ്ഥാപനം ചെയ്യുന്നതിനെയാണ് ഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയാം. ഓക്കെ, അതിന്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കുക. സുപ്പീരിയർ സബോർഡിനേറ്റ് റിലേഷൻഷിപ്പ്, അഥവാ ആരാണ് ടോപ്പ് ലെവല്, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ ടോപ്പ് ലെവല്, സബോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ലോവർ ലെവൽ. ആരാണ് ടോപ്പ്, ആരാണ് ലോവർ എന്നുള്ളത് കൃത്യമായിട്ട് അവിടെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ റൂൾസ്, പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ, ഇന്നാളോട് പറയാൻ പറ്റുള്ളൂ, ഇന്നാൾക്ക് റെസ്പോൺസിബിൾ ആണ്, കൃത്യമായിട്ടുള്ള റൂൾസ് പ്രൊസീജിയേഴ്സ് അവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ഡെലിബറേറ്റ്ലി ക്രിയേറ്റഡ്, മനഃപൂർവ്വം ബോധപൂർവ്വം നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻസ്. അതുപോലെ കോർഡിനേഷൻ ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നടത്തും. ഇത് കംപ്ലീറ്റ് എംബസിസ് ഓൺ വർക്കിനെയാണ് ഫോക്കസ് ചെയ്യുന്നത് അല്ലെ, ബിസിനസ്സിലെ വർക്ക് കാര്യങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. റെസ്പോൺസിബിലിറ്റി ഫിക്സ് ചെയ്യാൻ ഈസി ആണ്. അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് വർക്ക് ഉണ്ടാവില്ല, കാരണം ഓരോരുത്തർ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും, ആരെന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ യൂണിറ്റ് ഓഫ് കമാൻഡ് നമ്മൾ ഓൾറെഡി പഠിച്ചതാ അല്ലെ, കമാൻഡ് ചെയ്യാൻ ഒരാളുണ്ടാവും. അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ ഗോൾസ് അക്കംപ്ലിഷ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, സ്റ്റെബിലിറ്റി ഉണ്ടാവും. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ്, പ്രൊസീജിയറൽ ഡിലേ അല്ലെ, നമ്മൾ ഇപ്പൊ ടോപ്പ് ലെവൽ പറഞ്ഞു, അത് മിഡിൽ ലെവലിനോട് പറയും, അയാൾ ലോവർ ലെവലിനോട് പറയും, അയാൾ എംപ്ലോയീസിനോട് പറയും, അങ്ങനെ കുറെ കാര്യങ്ങൾ അങ്ങനെ കറങ്ങി വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കുറെ ടൈം എടുക്കും. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ടാവില്ല, കാരണം നമുക്ക് തിരിച്ചങ്ങോട്ട് പറയാനുള്ള കാര്യങ്ങളൊക്കെ ലിമിറ്റഡ് ആണ്, എന്തും പറയാനൊന്നും പറ്റൂല, കാരണം കറക്റ്റ് ഒരു ഫോർമൽ പൊസിഷൻ ആണ് അവിടെ ഉണ്ടാകുന്നത്. ദെൻ അവിടെ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു വർക്കിനെയാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും എംപ്ലോയീസിന് അത് അത്ര വലിയ താല്പര്യം ഉണ്ടാവില്ല. ഇനി അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അപ്പൊ നാലാമത്തെ, ഒന്ന് നമ്മൾ എന്താ പഠിച്ച്, ഫങ്ഷണൽ സ്ട്രക്ചർ, രണ്ട് ഡിവിഷണൽ സ്ട്രക്ചർ, മൂന്ന് ഫോർമൽ ഓർഗനൈസേഷൻ, നാലാമത്തത് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അവിടെ നോക്കാം, ഇറ്റ് ഈസ് ഡെവലപ്ഡ് വിത്തിൻ ദ ഫോർമൽ ഓർഗനൈസേഷൻ സ്പോണ്ടേനിയസ്ലി മീൻസ് സ്വമേധയാ ഉണ്ടായിത്തീരുന്ന, അഥവാ നമ്മളിങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നല്ല, ഒറ്റക്ക് സ്വമേധ ഉണ്ടായിത്തീരുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ട് ഉണ്ടാവുന്നത്, ദ നെറ്റ്വർക്ക് ഓഫ് പേഴ്സണൽ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. കണ്ടോ, ആളുകൾ തമ്മിലുള്ള ബന്ധം അല്ലെ, അതൊന്നും കൂടെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഫോർമൽ ഗ്രൂപ്പുകൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, ഇപ്പൊ നിങ്ങൾ കോളേജില് അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലൊക്കെ ഒരു ഫോർമൽ ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ, അതിൽ നിങ്ങളുടെ ടീച്ചേഴ്സും പ്രിൻസിപ്പളും ഒക്കെ ഉണ്ടാവും. അതിൽ വെറും ഫോർമൽ കാര്യങ്ങളെ ഡിസ്കസ് ചെയ്യുള്ളൂ അല്ലെ, അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയൂല. നാളെ എക്സാം ഉണ്ട്, അല്ലെങ്കിൽ ടൈം ടേബിൾ ഉണ്ട്, അതുപോലെ തന്നെ ഫീസ് അടക്കേണ്ട കാര്യങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങളെ പറയുള്ളൂ. അതിനപ്പുറത്ത് വേറെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇൻഫോർമൽ ഗ്രൂപ്പിലെ നിങ്ങളുടെ ഓരോ ഗ്യാങ്ങിന്റെ ഒക്കെ പേര് വെച്ചിട്ട്, അതാണ് ഇൻഫോർമൽ. അതെന്തിനാ ഉണ്ടാക്കിയത്, അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടായി തീർന്നതാ അല്ലെ, പരസ്പരമുള്ള റിലേഷൻഷിപ്പ്, നിങ്ങളുടെ സൗഹൃദമൊക്കെ പങ്കിടാൻ വേണ്ടിയിട്ട് ഒരു രസമായിട്ട് ഉണ്ടാക്കിയതേക്കാരം. അതിലായിരിക്കും ആർക്കും എന്തും പറയാം, ഒരു ലിമിറ്റും ഇല്ല, ഇയാൾ വലുത് ഇയാൾ ചെറുത് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഫുൾ ഫ്രീഡം ഉള്ള ഒരു ഗ്രൂപ്പ് ആയിരിക്കും ഇൻഫോർമൽ ഗ്രൂപ്പ് അല്ലെ. നമുക്കൊക്കെ അങ്ങനത്തെ ഒരു ഗ്രൂപ്പാണ് ഉണ്ടാവും. യെസ്, അപ്പൊ അതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സ്ഥാപനത്തിനുള്ളിൽ അങ്ങനെ ഉണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാ, റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. അതിന്റെ പ്രത്യേകത നോക്കിയേ, ഒന്ന് പേഴ്സണൽ ഇന്ററാക്ഷൻ, ആളുകൾ തമ്മിലുള്ള ഇന്ററാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ഫീച്ചർ റൂൾസ്, അഥവാ ഇൻഫോർമൽ ഗ്രൂപ്പിൽ നമ്മൾ ഫോർമൽ പറഞ്ഞ പോലെ റൂൾസ് റെഗുലേഷൻസ് ഒന്നും എവിടെ ഉണ്ടാവില്ല, ഇൻഫോർമൽ ഗ്രൂപ്പിൽ ഉണ്ടാവില്ല. നോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റ് ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഒരാളായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് കിടക്കൂല അല്ലെ. ഇപ്പൊ ടോപ്പ് മിഡിൽ ലോവർ അങ്ങനത്തെ സംഭവം ഉണ്ടാവില്ല. ആർക്ക് എന്തും വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പറയാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആയിരിക്കും.
ദെൻ സ്പോണ്ടേനിയസ്ലി നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കുന്നതല്ല ഉണ്ടായിത്തീരുന്നതാണ് ഇൻഫോർമൽ ഓർഗനൈസേഷൻ. നോ ഡെഫിനിറ്റ് സ്ട്രക്ചർ, ഒരു സ്കാലാർ ചെയിനോ സ്ട്രക്ചർ ഒന്നും ഇവിടെ ഉണ്ടാവില്ല അല്ലെ. ആർക്കും എപ്പോഴും എങ്ങനെ വേണേലും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. ഇനി അതിന്റെ മെറിറ്റ് നോക്കിയേ, സ്പീഡി കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ ഗ്രൂപ്പിലാണ് ഏറ്റവും സ്പീഡായിട്ട് വളരെ പെട്ടെന്ന് കമ്മ്യൂണിക്കേഷൻസ് പാസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് നിർമ്മിക്കുന്നത് തന്നെ സോഷ്യൽ നീഡ്സ് അതുപോലെ ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഒരു കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്. ദെൻ ഫോർമൽ ഓർഗനൈസേഷനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൂടെ ഇൻഫോർമൽ ഓർഗനൈസേഷൻ വരാറുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ്, ഫാൾസ് ന്യൂസ് മേ ബി സ്പ്രെഡ്. തെറ്റായിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് സ്പ്രെഡ് ആവാനുള്ള സാധ്യത ഇൻഫോർമൽ ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സിലെ ഗ്രോത്തിന് പലപ്പോഴും അത് തടസ്സം നിൽക്കാറുണ്ട്. കാരണം ഇൻഫോർമൽ ടീം ഓല് കൂടിയിട്ട് സ്ഥാപനത്തിനെതിരെ വർക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാംഫുൾ ടു ഓർഗനൈസേഷൻ. പലപ്പോഴും ഇൻഫോർമൽ ഗ്രൂപ്പ് സ്ഥാപനത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുമ്പോൾ സ്ഥാപനത്തിനെ തന്നെ അത് ഇല്ലാണ്ടാക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി അതിന്റെ ഒരു ഡിഫറൻസും കൂടെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ഫോർമൽ നമ്മൾ പറഞ്ഞു, സ്ട്രക്ചർ ഓഫ് അതോറിറ്റി ക്രിയേറ്റഡ് ബൈ മാനേജ്മെന്റ്. മാനേജ്മെന്റ് ബോധപൂർവ്വം ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഫോർമൽ ഓർഗനൈസേഷൻ. എന്നാൽ ഇൻഫോർമലോ റിലേഷൻഷിപ്പ് അമംഗ് ദ എംപ്ലോയീസ് നമ്മളെ റിലേഷൻഷിപ്പ് ബേസ് ചെയ്തിട്ടാണ് അത് ഉണ്ടായിത്തീരുന്നത്. ഒറിജിൻ ഇറ്റ് ഈസ് ബേസിസ് ഓഫ് കമ്പനി റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. കമ്പനി റൂൾസ് റെഗുലേഷൻസ് ബേസ് ചെയ്തിട്ടാണ് ഫോർമൽ വരുന്നത്. എന്നാൽ ഇൻഫോർമലോ സോഷ്യൽ ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് അല്ലെ, പരസ്പരമുള്ള സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇനി അതോറിറ്റി, ഇവിടെ കൃത്യമായിട്ട് പൊസിഷൻ ഇൻ ബേസ്ഡ് ഓൺ ദ പൊസിഷൻ, അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും കറക്റ്റ് പറയുണ്ടാവും അല്ലെ. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ, ആ പൊസിഷൻ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അതോറിറ്റി ഉണ്ടാവുന്നത്. എന്നാൽ ഇവിടെ അതോറിറ്റി എന്ന സംഭവമില്ല, അത് പേഴ്സണൽ ക്വാളിറ്റി. അപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ലീഡർമാരുണ്ടാവും അല്ലെ. എങ്ങനെ ലീഡർ ആയിത്തീരുന്നത്? പൊസിഷൻ അല്ല, അവിടെ അയാളുടെ ക്വാളിറ്റിയാണ് അയാളെ ലീഡർ ആക്കി മാറ്റുന്നത്. ഈ ബിഹേവിയർ ഇറ്റ് ഈസ് ഡിറക്റ്റഡ് ബൈ റൂൾസ് പ്രകാരമാണ് ഫോർമൽ ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. എന്നാൽ നോ സെറ്റ് ബിഹേവിയർ പാറ്റേൺ, അങ്ങനത്തെ റൂൾസ് റെഗുലേഷൻസ് എവിടെ വരുന്നില്ല? ഇൻഫോർമൽ വരുന്നില്ല. ഈ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം, ഇത് സ്കാലർ ചെയിനിലൂടെയാണ് മൂവ് ചെയ്യുന്നത് അല്ലെ. സ്കാലർ ചെയിൻ ആണ് ടോപ്പ്, മിഡിൽ, ലോവർ, അങ്ങനെ കൃത്യമായിട്ട് ഒരു ചെയിനിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ മൂവ് ചെയ്യുന്നത്. എന്നാൽ ഇത് ഗ്രേപ്പ് വൈൻ എന്ന് പറഞ്ഞാൽ മുന്തിരിവള്ളി കേട്ടോ. മുന്തിരിവള്ളിയുടെ പ്രത്യേകത ഉണ്ട്, അതിന്റെ തുടക്കം എടുക്കും നമുക്ക് അറിയാൻ പറ്റൂല, ആകെ സ്പ്രെഡായി കിടക്കാണ്. അപ്പൊ അങ്ങനെ ആയിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ചിലപ്പോൾ ഈ ഗ്രേപ്പ് വൈൻ വെച്ചിട്ട് ചോദിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ മുന്തിരിവള്ളി അതിന്റെ പ്രത്യേകത ഓർത്ത് വെക്കുക, ആകെ സ്പ്രെഡായി കിടക്കുന്ന ഇക്കാരം അല്ലെ, തുടക്കം ഒടുക്കം ഉണ്ടാവില്ല. അങ്ങനെ ആയിരിക്കും ഇൻഫോർമൽ ഓർഗനൈസേഷൻ. ഈ നേച്ചർ, ഫോർമൽ റിജിഡ് ആണ്, ടൈറ്റ് ആണ്, എന്നാൽ ഇൻഫോർമൽ ഫ്ലെക്സിബിൾ ആണ്. ഇനി അടുത്തത് ലീഡർഷിപ്പ്. മെമ്പേഴ്സ് ആർ ലീഡേഴ്സ്. ഫോർമൽ ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് ലീഡേഴ്സ് ആണ്. എന്നാൽ ഇവിടെ മാനേജേഴ്സ് ആർ ലീഡേഴ്സ്. മാനേജർമാരാണ് ലീഡറായിട്ട് വരിക അല്ലെ, അവരാണ് പൊസിഷനിലും ഉയരത്തിലുള്ളത്, അപ്പൊ അവരാണ് ലീഡറായിട്ട് മാറുക. എന്നാൽ ഇവിടെ ലീഡറിനെ ഗ്രൂപ്പാണ് സെലക്ട് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ നമ്മൾ ഇൻഫോർമൽ ഗ്രൂപ്പിൽ ലീഡേഴ്സ് ഉണ്ടാവും, ആ നമ്മൾ ഗ്രൂപ്പാണ് ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നത്. അത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? അവരുടെ പേഴ്സണൽ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടാണ്. ഇനി അടുത്തൊരു ടേം നമുക്ക് പഠിക്കാനുള്ളത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. അതോറിറ്റിയെ ഡെലിഗേറ്റ് ചെയ്യുക, അതായത് ഒരു മാനേജർ അയാളുടെ അധികാരം താഴെ ആളുകൾക്ക് കൊടുക്കുക. അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അയാളുടെ അധികാരം അതെന്ത് ചെയ്യുക? താഴെയുള്ള ആൾക്ക് വീതിച്ചു കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും? അവർക്ക് അധികാരം കൊടുക്കും. അപ്പൊ അവർക്ക് കൃത്യമായിട്ട് അത് ചെയ്യാൻ പറ്റും, അതിൽ അവർ ഉഷാറായിട്ട് വരും. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഇങ്ങനെ വരാറുണ്ട്. ഇപ്പൊ CI അന്വേഷിക്കേണ്ട ഒരു കേസ്, അയാൾ എന്ത് ചെയ്യും? CIയുടെ താഴെ വരുന്നതിന് SIക്ക് കൊടുക്കും, അയാളോട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂട്ടി കൊടുക്കും. കണ്ടോ? അപ്പൊ CIയുടെ അധികാരത്തിലുള്ള ഒരു കേസ് ആർക്ക് വീതിച്ചു കൊടുക്കാണ്? SIക്ക് വീതിച്ചു കൊടുക്കാണ്. അധികാരം, ഡെലിഗേഷൻ മീൻസ് അസൈനിങ് വർക്ക് ടു അതേഴ്സ് ആൻഡ് ഗിവിംഗ് ദം അതോറിറ്റി ടു ഡു. മറ്റുള്ളവർക്ക് വർക്ക് കൊടുക്കുക, വർക്ക് മാത്രമല്ല അത് ചെയ്യാനുള്ള അധികാരം കൂടെ കൊടുക്കുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. നോക്കാം, ഡെലിഗേഷൻ മീൻസ് അസൈനിങ് വർക്ക് ടു അതേഴ്സ്, വർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കുക പോരാ, ഗിവിംഗ് ദം ടു അതോറിറ്റി ടു ഡു, ആ ഒരു കാര്യം ചെയ്യാനുള്ള അതോറിറ്റിയും കൂടെ താഴേക്ക് കൊടുക്കുക. ഇറ്റ് ഈസ് ദ ഡൗൺവേർഡ് ട്രാൻസ്ഫർ അതോറിറ്റി ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്. സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റിലേക്ക് താഴോട്ട് ഫ്ലോ ചെയ്യുന്നതാണ് ഡൗൺവേർഡ്, ഓർത്ത് വെക്കുക കേട്ടോ. താഴോട്ട് ഫ്ലോ ചെയ്യുന്നതാണ് അതോറിറ്റി, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. അഥവാ ടോപ്പ് ലെവലിൽ നിന്നും ലോവർ ലെവലിലേക്ക് ഫ്ലോ ചെയ്യും കേട്ടോ. Then it enable managers distribute their workload to others. ഇതെന്തിനാ സഹായിക്കുന്നത്? മാനേജേഴ്സിന് അവരുടെ വർക്ക് ലോഡ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വീതിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ ചെറിയൊരു ഡിഫറൻസ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. അതോറിറ്റി നമ്മളിപ്പോ പറഞ്ഞു അല്ലെ, റെസ്പോൺസിബിലിറ്റി പറഞ്ഞാൽ ഉത്തരവാദിത്വം എന്ന് പറയും, അക്കൗണ്ടബിലിറ്റി പറഞ്ഞാൽ ആൻസറബിലിറ്റി, അഥവാ ഒരു കാര്യത്തിന് മറുപടി പറയുക. ഇതാണ് എലമെന്റ്സ് ഓഫ് ഡെലിഗേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതോറിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി, സിമ്പിൾ ആണ്. ഇനി ഇതിന്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഡെലിഗേറ്റ് ചെയ്യുക, അധികാരം ഡെലിഗേറ്റ് ചെയ്യുന്നത്? ഒന്ന് എഫക്റ്റീവ് മാനേജ്മെന്റ്, കൃത്യമായിട്ട് കാര്യങ്ങൾ
നടത്താൻ വേണ്ടിയിട്ട്, നടത്തിപ്പിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ എംപ്ലോയീസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയില്ല, അവർക്ക് അതോറിറ്റി കൊടുത്താൽ അവരൊന്നും കൂടെ ഉഷാറാവും അല്ലെ. അതുപോലെ എംപ്ലോയീസിനുള്ള മോട്ടിവേഷൻ ആയിട്ട് ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ മാനേജറുടെ ഹൈറാർക്കി, ബെറ്റർ കോർഡിനേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി സഹായിക്കുന്നുണ്ട്. അടുത്ത ടേമാണ് ഡീസെൻട്രലൈസേഷൻ കേട്ടോ. ഈ ഡീസെൻട്രലൈസേഷനും ഡെലിഗേഷനും ഏകദേശം സെയിം ആണ്, ചെറിയൊരു മാറ്റേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികാരം താഴെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കലാണ് എന്ത് ഡീസെൻട്രലൈസേഷൻ. നോക്കിയേ, ഇറ്റ് ഈസ് റെഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് ഡിസ്പേഴ്സൽ ഓഫ് അതോറിറ്റി ലോവർ ലെവൽ ഓർഗനൈസേഷൻ. സ്ഥാപനത്തിന്റെ അധികാരത്തെ താഴെ ആളുകൾക്ക് ലോവർ ലെവലിലേക്ക് വീതിച്ചു കൊടുക്കലിനെയാണ് ഡിസ്പേഴ്സൽ അല്ലെങ്കിൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഡീസെൻട്രലൈസേഷൻ ഇതെന്തിനാ ചെയ്യുന്നത്? റിഡക്ഷൻ ഓഫ് വർക്ക് ലോഡ് ടോപ്പ് എക്സിക്യൂട്ടീവ്, ടോപ്പിലുള്ള ആളുകളുടെ വർക്ക് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ അധികാരത്തെ താഴെ ആളുകളിലേക്ക് വീതിച്ചു കൊടുക്കുകയാണ്. ഡെവലപ്മെന്റ് ഓഫ് പേഴ്സൺ, ഓരോ വ്യക്തിയെയും വളർത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ രണ്ടും ഒരുമിച്ച് പഠിച്ചാൽ മതി. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയും ഡീസെൻട്രലൈസേഷൻ രണ്ടിലും പറയുന്ന കാര്യങ്ങൾ ഏകദേശം കോമൺ ആണ് കേട്ടോ. അഥവാ മുകളിലുള്ള അധികാരം താഴെ ആൾക്ക് വീതിച്ചു കൊടുക്കുക. പിന്നെ തമ്മിൽ എന്താ മാറ്റം? ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി ഉണ്ടല്ലോ, അത് ഒരു വ്യക്തി ആ വ്യക്തിയുടെ അധികാരം മറ്റൊരാൾക്ക് കൊടുക്കലാണ്. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്ഥാപനം തന്നെ ഒന്നിച്ച് അധികാരങ്ങളെ താഴെ ആളുകൾക്ക് കൊടുക്കലാണ്. അപ്പൊ ഇവിടെ ഡീസെൻട്രലൈസേഷൻ പറയുമ്പോൾ ഒന്നിച്ചായിരിക്കും, ഒരു വലിയൊരു ടീം ആയിരിക്കും ഉണ്ടാവുക. ഡെലിഗേഷൻ പറയുമ്പോൾ ഒരാളെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു എക്സാമ്പിൾ പറയാം കേട്ടോ. ഇപ്പൊ ഒരു ടീച്ചർ അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളത് ടീച്ചറുടെ ഡ്യൂട്ടി അല്ലേ. ആ ടീച്ചർ എന്ത് ചെയ്യാണ്? അറ്റൻഡൻസ് എടുക്കുക എന്നുള്ളത് ക്ലാസ്സിൽ മിസ്റ്റർ മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പൊ ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചറുടെ അധികാരം മിഥുന് കൊടുത്തു അല്ലെ. അതെന്താണ്? ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നമ്മൾ ആദ്യം പഠിച്ചു കേട്ടോ, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റിയാണ്. അഥവാ ടീച്ചറുടെ അടുത്തുള്ള ഒരു അധികാരം മിഥുൻ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് ടീച്ചർ കൊടുത്തു. ക്ലിയർ ആയില്ലേ? ഇതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഇനി രണ്ടാമത്തെ ഒരു കേസ് ഞാൻ പറയാണ്. ആ സ്കൂൾ ടോട്ടൽ തീരുമാനിക്കുകയാണ്, ഇനി മുതൽ ടീച്ചേഴ്സ് ഹാജരെടുക്കണ്ട, ടീച്ചേഴ്സിന് കുറെ വർക്ക് ലോഡ് വരുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്താൽ മതി? എല്ലാ ക്ലാസ്സിലും ഒരു കുട്ടിയെ സെലക്ട് ചെയ്തിട്ട് ആ കുട്ടികളെ ഏൽപ്പിക്കുക, അവർ ഇനി മുതൽ ഹാജരെടുത്തോളൂ. ഇപ്പൊ എന്താ ചെയ്തേ? ടോട്ടൽ സ്ഥാപനം അവരുടെ അധികാരത്തെ അല്ലെ, ടോപ്പിലുള്ള ഒരു അധികാരത്തെ ലോവർ ലെവലിലേക്ക് വീതിച്ചു കൊടുത്തു. ഇതാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പൊ രണ്ടോടത്തും ചെയ്യുന്നത് എന്താണ്? അധികാരം താഴെ ആളുകൾക്ക് വീതിച്ചു കൊടുക്കലാണ്. പക്ഷെ ഡെലിഗേഷൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി അവിടെ വരും അല്ലെ, ഒരു വ്യക്തി അയാളുടെ അധികാരം മറ്റൊരാൾക്ക് കൊടുക്കുക. എന്നാൽ ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് സ്ഥാപനം ഒന്നിച്ച് ചെയ്യുമ്പോൾ അത് ഡീസെൻട്രലൈസേഷൻ ആയിട്ട് മാറും. ഓക്കെ, ഇനി ഒരു 3 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന മറ്റൊരു ചോദ്യമാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് കേട്ടോ. സ്പാൻ ഓഫ് മാനേജ്മെന്റ് അതായത് refers to number of subordinates that can be effectively managed by superior. ഒരു മാനേജർക്ക് അല്ലെങ്കിൽ ഒരു സുപ്പീരിയർക്ക് അയാളുടെ കീഴിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന എംപ്ലോയീസിന്റെ എണ്ണത്തെയാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു മാനേജർ ഭയങ്കര എഫിഷ്യന്റ് ആണ്, അയാൾക്ക് 100 ആൾക്കാരൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് വെച്ചോളി. 100 എംപ്ലോയീസിനൊക്കെ അയാൾക്ക് നിയന്ത്രിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ അയാളുടെ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എത്രയാണ്? 100 ആണ്. ഇനി പുതിയൊരു മാനേജർ, അയാൾ മാനേജറായി വന്നിട്ടേ ഉള്ളൂ, പുതിയ ആളാണ്, വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പൊ അയാൾ പറയാണ് എനിക്ക് ആകെ 10 ആളുകളെ കൺട്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ അയാളുടെ സ്പാൻ ഓഫ് മാനേജ്മെന്റ് എത്ര? 10 ആണ്. ഈ സ്പാൻ ഓഫ് മാനേജ്മെന്റിന് സ്പാൻ ഓഫ് കൺട്രോൾ എന്നും പറയാറുണ്ട്, 2 വാക്കും പറയാറുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു മാനേജർക്ക് അയാളുടെ താഴെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണത്തെയാണ് സ്പാൻ ഓഫ് മാനേജ്മെന്റ് എന്ന് പറയാ. ഇനി മറ്റൊരു കാര്യം കൂടെ ഇതിൽ ലാസ്റ്റ് പറയാനുണ്ട്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷൻ ഡിസൈൻ. അപ്പൊ നമ്മൾ ഓർഗനൈസേഷൻ ഡിസൈൻ പഠിച്ചില്ലേ അല്ലെ, ഫങ്ഷണൽ സ്ട്രക്ചർ, ഡിവിഷണൽ സ്ട്രക്ചർ എന്നൊക്കെ പഠിച്ച്. അതിനെ അഫക്ട് ചെയ്യുന്ന ഘടകങ്ങൾ, ഒന്ന് സ്ട്രാറ്റജി, ഒരു ബിസിനസിന്റെ സ്ട്രാറ്റജീസ് ഓർഗനൈസേഷൻ ഡിസൈനിനെ കൃത്യമായിട്ട് അഫക്ട് ചെയ്യാറുണ്ട്. പിന്നെ സൈസ്, വലിയ ബിസിനസ്, ഇപ്പൊ നമ്മൾ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അല്ലെ. വലിയ ബിസിനസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഡിവിഷണൽ സ്ട്രക്ചറാ ബെറ്റർ. എന്നാൽ ചെറിയ ബിസിനസ് ആണെങ്കിൽ അവർക്ക് ഫങ്ഷണൽ സ്ട്രക്ചർ ആയാലും മതി. അപ്പൊ സൈസിനനുസരിച്ച് ഓർഗനൈസേഷണൽ ഡിസൈനിൽ മാറ്റം വരാറുണ്ട്. അതുപോലെ അവർ ഏതൊക്കെ ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ച്, അതുപോലെ ബിസിനസിന്റെ എൻവയോൺമെന്റ്, ദെൻ അതുപോലെ തന്നെ കൾച്ചർ, ആ ബിസിനസ് നിൽക്കുന്ന, ആ സൊസൈറ്റി നിൽക്കുന്ന കൾച്ചർ, അതിനനുസരിച്ച് അതിന്റെ ഡിസൈനിൽ മാറ്റം വരാറുണ്ട്. അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈല്, ഓട്ടോക്രാറ്റിക്, ഡെമോക്രാറ്റിക്, ലേസിസ്ഫെയർ, അങ്ങനെ ലീഡർഷിപ്പ് ഉണ്ട്. നമ്മൾ അടുത്ത മൊഡ്യൂൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അതിനനുസരിച്ച് ഓർഗനൈസേഷൻ ഡിസൈനിൽ മാറ്റം വരാറുണ്ട്. പിന്നെ ഗ്ലോബലൈസേഷൻ അല്ലെ, അഥവാ ഇന്റർനാഷണൽ ഒരുപാട് രാജ്യങ്ങളുമായിട്ടൊക്കെ നമ്മൾ കോമ്പീറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ഡിസൈനിൽ മാറ്റം വരാറുണ്ട്. അതുപോലെ റെഗുലേറ്ററി റിക്വയർമെന്റ്, പിന്നെ നിയമപരമായിട്ട് ലീഗലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷൻ ഡിസൈനിന് മാറ്റം വരാറുണ്ട്. ഇതൊരു 6 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ കേട്ടോ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓർഗനൈസേഷണൽ ഡിസൈൻ. അതൊന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ അതോടുകൂടെ നമ്മുടെ 2ാമത്തെ മൊഡ്യൂൾ അവസാനിക്കാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ 3ാമത്തെ മൊഡ്യൂളും പിന്നത്തെ ഒരു ക്ലാസ്സിൽ 4ാമത്തെ മൊഡ്യൂളും ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. All the best. Thank you.